ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് കോടതി. അറസ്റ്റിന് മുൻപ് പ്രതിക്ക് നോട്ടീസ് നൽകണമെന്ന ചട്ടം പാലിച്ചില്ലെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച കേസിൽ ടി.ജി. മോഹൻദാസിനെ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പ് നോട്ടീസ് നൽകണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച കേസിൽ ടി.ജി. മോഹൻദാസിനെതിരെ 5 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. കൊച്ചിയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പ് നോട്ടീസ് നൽകേണ്ടതാണ്. ഈ ചട്ടം പാലിക്കപ്പെട്ടിട്ടില്ല. നോട്ടീസ് നൽകാത്തത് ന്യായീകരിക്കാനാവില്ലെന്ന് കോടതിയുടെ ഉത്തരവിലുണ്ട്. ഒളിവിൽ പോകാൻ സാധ്യതയുള്ളതിനാലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നത്. 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ നോട്ടീസ് നൽകിയാൽ അന്വേഷണ സംഘത്തിന് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാനാവില്ല. പകരം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. കുറ്റകൃത്യത്തിന്റെ ഗൗരവം കൂടി കണക്കിലെടുത്താണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച കാരണങ്ങൾ കസ്റ്റഡി ആവശ്യത്തിന് അനിവാര്യമായിരുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി നടത്തിയ പരാമർശങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വളരെ ഗുരുതരമായി വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് കോടതി തന്നെ കണ്ടെത്തിയത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവന, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഗുരുതരമാണ്, ജാമ്യമില്ലാത്ത കുറ്റമാണ് അദ്ദേഹത്തിനെതിരായി നിലനിൽക്കുന്നത്. ജാമ്യം ലഭിച്ചതിനെ കുറിച്ച് സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. സമരം ചെയ്യുന്നവരൊക്കെ വെടിവെക്കണം എന്ന് പറഞ്ഞാൽ നാളെ എന്താ പറയുക, എല്ലാ മന്ത്രിമാരെയും ഞങ്ങൾ വെടിവെക്കുമെന്ന് പറഞ്ഞാൽ എവിടെ പോയി അവസാനിക്കുന്നത്? ഇത് വെടിവെക്കലാണോ ജോലി? അപ്പോൾ അതിന് ശക്തമായുള്ള നടപടി ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചോദ്യം ചെയ്യലിനായി 3 ദിവസത്തേക്ക് ഹാജരാകാനാണ് കോടതി ടി.ജി. മോഹൻദാസിന് നൽകിയിരുന്ന നിർദ്ദേശം. ഇന്ന് ചോദ്യം ചെയ്യലിനായി ടി.ജി. മോഹൻദാസ് ഹാജരായി. പ്രതിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. മീഡിയ 1 തിരുവനന്തപുരം.